ഹായ് ഫ്രണ്ട്സ്, ഈ അടുത്ത ദിവസം വരെ ഓരോ മലയാളിയുടെ ഉള്ളിലെയും ഒരു നൊമ്പരമായിരുന്നു കൊല്ലം കുണ്ട്ര സ്വദേശിനി വിഭഞ്ചിക. ഭർത്താവിൻ്റെ ക്രൂരപീഡനം സഹിക്കാനാവാതെ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വേദനകളില്ലാത്ത പീഡനങ്ങളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അതുല്യ ആ ഷാർജയിൽ ജോലി ചെയ്യുകയായിരുന്നു വിഭഞ്ചികയെ പോലെ തന്നെ. അവരും വിഭഞ്ചികയുടെ അതേ പാതയിലൂടെ ആത്മഹത്യ അവസാന ആശ്രയമായി തിരഞ്ഞെടുക്കുകയാണ്. ഈ മലയാളി പെൺകുട്ടികൾക്ക് എന്ത് പറ്റിയതാണ് ഞാൻ അത്ഭുതപ്പെടുന്നു. കാരണം ഏറ്റുമാനൂര് രണ്ട് മക്കളോടൊപ്പം ട്രെയിൻ മുമ്പിൽ ചാടിയ ഷൈനിയെ നമ്മൾ ആരും മറന്നിട്ടില്ല. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് മേഘ നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള IB ഉദ്യോഗസ്ഥയായിരുന്നു. വഞ്ചിക്കപ്പെട്ടു, താങ്ങാനാവുന്നില്ല, ആത്മഹത്യ തന്നെ അവസാന ആശ്രയം. അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് പറ്റിയതാണ് ഈ മലയാളി പെൺകുട്ടികൾക്ക്. ഒരു പരിധിവരെ ഞാൻ പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവരെ വളർത്തിയ മാതാപിതാക്കൾ തന്നെയാണ്. തെറ്റിദ്ധരിക്കേണ്ട ഞാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊരു പ്രശ്നത്തെ നേരിടാനുള്ള ചങ്കൂറ്റം, ആ സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ, ആ മനക്കട്ടി അവർക്ക് പ്രദാനം ചെയ്യുന്നതിൽ, പകർന്നു നൽകുന്നതിൽ, അങ്ങനെ അവരെ പരിശീലിപ്പിക്കുന്നതിൽ ഒരു പരിധിവരെയെങ്കിലും അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം എല്ലാ വിവാഹങ്ങളും വിജയമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല പെൺകുട്ടികൾക്കും വിവാഹമെന്ന സംവിധാനത്തോട് തന്നെ താല്പര്യമില്ലാതായിരിക്കുന്നു. അതുകൊണ്ടാണ് ലിവിങ് ടുഗദർക്ക് ഇപ്പോൾ പെരുകിക്കൊണ്ടിരിക്കുന്നത്. അനന്തരമായി ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും. പരാജയമാകണമെന്നുമില്ല, എങ്കിൽ പോലും അങ്ങനെ പ്രശ്നം വന്നാൽ ഇത് നേരിടുവാൻ ഉള്ള തൻ്റെ ഇടം, ചങ്കുറപ്പ് അവർക്ക് പ്രദാനം ചെയ്യേണ്ടത്, പകർന്നു നൽകേണ്ടത്, ഞാൻ പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ അവർക്ക് നൽകേണ്ടത് ബാല്യത്തിലെ മാതാപിതാക്കൾ തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറെ കാണും. ഒരു വീടിന് പ്രശ്നം ഉണ്ടായാലോ എഞ്ചിനീയറെ കാണും. എന്ന് പറയുന്ന പോലെ വിവാഹം എന്ന് പറയുന്നത് ഒരു നിയമപരമായ ഇടപാട് തന്നെയാണ്. അതുകൊണ്ട് നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു അഡ്വക്കേറ്റിനെ കാണണം. അങ്ങനെ അഡ്വക്കേറ്റ് കൂടെ ഉണ്ടെങ്കിൽ ഒരു ഭർത്താവും ആവശ്യമില്ലാതെ അവളുടെ വീട്ടിലെത്തുകയോ അവളെ ഉപദ്രവിക്കുകയും ചെയ്യല. അതിനൊക്കെ ഉപരി ആദ്യമായി അവളെ ഉപദ്രവിക്കുകയും ചെല്ലുമ്പോൾ തന്നെ പറഞ്ഞിരിക്കണം, കാര്യമൊക്കെ ശരിയാണ്, എൻ്റെ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ട ഇത്തരം വളർത്തി വലുതാക്കിയത്, തനിക്ക് ചാമ്പാനുള്ളതല്ല, വേറെ പണി പോയി നോക്ക്, വേറെ പണി പോയി നോക്ക് എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാവണം. വേണ്ടി വന്നാൽ, എപ്പോഴുമല്ല, ആവശ്യഘട്ടങ്ങളിൽ മാത്രം. ഞാൻ പറയുന്നു, അതുകൊണ്ട് ഒരു അഡ്വക്കേറ്റിനെ കണ്ടിരുന്നുവെങ്കിൽ പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ? ശരിയാണ്, സമൂഹം, കുടുംബ ബന്ധങ്ങൾ, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. എങ്കിൽ പോലും ജീവൻ ഉണ്ടെങ്കിലല്ലേ ജീവിതമുള്ളൂ. നമുക്ക് ചുറ്റുപാടും നോക്കിയാൽ അറിയാം, പല വിവാഹങ്ങളും വിജയമല്ല. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ആണ്, മറ്റുള്ളവരെ കരുതി. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം നരകമായി തീരുകയാണ്. നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ അമേരിക്കയിലേക്കോ നോക്ക്, ഒന്നിച്ചു പോകാനാവുകയില്ലെങ്കിൽ ഒരു മേശയുടെ ഇരുവശം ഇരുന്ന് ഒരു ചായ കുടിച്ചുകൊണ്ട് സ്നേഹമായി തന്നെ സംസാരിക്കും. ഇങ്ങനെ മുമ്പോട്ട് പോകാനാവുകയില്ല, എനിക്കും നിനക്കും. അതുകൊണ്ട് പിരിയാം. ഇനി നമ്മുടെ അഡ്വക്കേറ്റ്സ് തമ്മിൽ സംസാരിക്കും, വേർപിരിയലിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അങ്ങനെ അവർ സ്നേഹമായി തന്നെ വേർപിരിയുന്നു. മുൻ ഭാര്യയല്ലേ മുൻ ഭർത്താവ് നല്ല സുഹൃത്ത് തന്നെ ആയിരിക്കും, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ തല്ലാനും കൊല്ലാനും ചാകാനും ഒന്നും അവർ ചിന്തിക്കത്തേ ഇല്ല. അങ്ങനെ പ്രശ്നമേ അവിടെ ഉണ്ടാവാറില്ല. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ അമേരിക്കയിലെ പോലെ കുത്തഴിഞ്ഞ കുടുംബജീവിതമാകണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ആവശ്യം വന്നാൽ, ആവശ്യഘട്ടങ്ങളിൽ അങ്ങനെയും ചില നടപടികളൊക്കെ ഉണ്ട്. ഇങ്ങനെ ദുരിതം സഹിക്കാനാവാതെ ആത്മഹത്യയിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണത്. അവർ ആത്മഹത്യ ചെയ്തു, ഇനി ആയുഷ്കാലം മുഴുവൻ ആ പെൺകുട്ടിയെ വളർത്തി വലുതാക്കിയ ആ രക്ഷകർത്താക്കൾക്ക്, മാതാപിതാക്കന്മാർക്ക്, സഹോദരന്മാർക്ക് എന്ത് ദുഃഖമായിരിക്കും അത്. ആ ദുഃഖം അവസാന നിമിഷം വരെ അവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ആ മാതാവിൻ്റെ, ആ പിതാവിൻ്റെ ദുഃഖമൊന്നും പറഞ്ഞറിയിക്കാനാവുകയില്ല. അത്തരം ദുരന്തങ്ങളിലേക്ക് പോവാതിരിക്കണമെങ്കിൽ ആവശ്യം വന്നാൽ ആവശ്യഘട്ടങ്ങളിൽ മാറി ചിന്തിക്കുവാൻ ഏതൊരു പെൺകുട്ടിയും ആൺകുട്ടിക്കുമാകാം. ഭാര്യ എന്ന് പറയുന്ന ഒരു ഹൊററായി തീർന്ന പിന്നെ എന്ത് ചെയ്യും? അപ്പോ മാറി ചിന്തിക്കാൻ, മറ്റു വഴി തേടുവാൻ വേണ്ട പശ്ചാത്തലം മാതാപിതാക്കൾ മക്കൾക്ക് നൽകുക തന്നെ വേണം. കാലം മാറിയിരിക്കുന്നു. പണ്ടത്തെ പോലെ എന്ത് വന്നാലും സഹിച്ചുകൊള്ളണം, സർവം സഹിയാം ഭാര്യ, അതൊന്നും ഇപ്പൊ ഇല്ല. കാലം മാറിപ്പോയി. പരസ്പര ധാരണ തെറ്റിയാൽ തീർന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ലോകത്തെ നേരിടുവാനായി നമ്മുടെ പെൺകുട്ടികൾ കഴിയട്ടെ. ആൺകുട്ടികൾക്കും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു.